നമസ്കാരം. കേരള വിഷൻ ചാനൽ അവതരിപ്പിക്കുന്ന ബിസിനസ് സ്റ്റാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നാഗർകോവിലാണ്. മറുനാട്ടിലെ മലയാളികളുടെ വ്യവസായ സംരംഭങ്ങളെക്കുറിച്ച്, വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇതിനകം പല എപ്പിസോഡുകളിലായി പരിചയപ്പെട്ടു കാണും. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായി സൗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ സ്വർണ്ണ വ്യാപാര രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഷാജഹാൻ ജുവലറിയുടെ ഉടമസ്ഥൻ, മാനേജിംഗ് ഡയറക്ടർ ശ്രീ എസ് അൽത്താഫാണ്. ഒരു യുവ വ്യവസായിയാണ് നമ്മളിന്ന് അതിഥി. അദ്ദേഹത്തെ ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഒരു യുവ വ്യവസായിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കാരണം ഒരുപാട് ഒരു യുവാവിൻ്റെ കൺസെപ്റ്റുകളെ, ആശയങ്ങളെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമാണ് താങ്കളുമായിട്ട് ഒരു അഭിമുഖത്തിന് എത്താൻ കഴിഞ്ഞതിൽ. എങ്ങനെയാണ് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം? ഞങ്ങൾ ഈ ബിസിനസ് ഇത് 4th ജനറേഷനാണ്. നിയർ അബൌട്ട് 100 years ആയി ഈ ജനറേഷൻ ഈ ബിസിനസ്സിൽ എൻ്റർ ചെയ്തിട്ട്. ഒരു പാരമ്പര്യമായ ഒരു ജനറേഷണൽ ബിസിനസ്സാണ് ഇത്. സോ ദ പ്ലേസ് വി കം ഫ്രം, ഞങ്ങൾ എവിടെ നിന്ന് വരുന്നുണ്ടോ ആ പ്ലേസ് തന്നെ ഈ ഒറിജിനേറ്റിംഗ് വന്ന് ഈ രാജാകാലത്തൊക്കെ ഈ കഥകളൊക്കെ നമ്മൾ വേറെ കേട്ട് தெரிஞ்சுக்கணும். അപ്പം ഈ രാജാകാലത്ത് തന്നെ ഈ ഗോൾഡ് വന്ന് ഈ മണ്ണിലിരുന്ന് ഫിൽട്ടർ ചെയ്ത് കിട്ടി. അങ്ങനെ ഒരു 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 പെരിയ ഒരു മേ ബി ഒരു 100 ഫാമിലീസ് അതിൽ വർക്ക് ചെയ്ത് അതിലിരുന്ന് ഡെവലപ്പായി. അങ്ങനെ ഫസ്റ്റ് ജനറേഷൻ ഒരു ചെറുതായിട്ട് ഈ നാഗർകോയിൽ മേ ബി വളരെ ചെറുതായിട്ട് ഇരിക്കുമ്പോൾ, റിമോട്ട് വെരി വെരി സ്മോളായിരിക്കുമ്പോൾ ഈ ഗോൾഡൊക്കെ ഒരു 100 years 80 years മുൻപ് വന്ന് ഇങ്ങനെ ഈ ഷുഗറിന് ഇല്ലെങ്കിൽ റൈസിന് എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചു കൊണ്ടുവരുന്നതാണ്. സോ ഈ സ്റ്റോറീസൊക്കെ നമ്മൾ
ഒவ்வொரு ജനറേഷനായിട്ട് നമുക്ക് വരുമ്പോൾ എൻ്റെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞിട്ടാണ്. സോ അങ്ങനെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഒരു ചെറിയൊരു ഷോറൂമായി ആക്കി പിന്നെ അത് അങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഒരു വളരെ വലിയ ഷോറൂമാണെന്ന് ഇന്ന് നാഗർകോവിലിൽ എടുത്തു പറയാൻ പറ്റുന്ന, നാഗർകോവിൽ മാത്രമല്ല സൗത്ത് തമിഴ്നാട്ടിൽ വളരെ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായി മാറ്റുവാൻ തീർച്ചയായും വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ചെറുതിൽ നിന്ന് തുടങ്ങി ഇതുവരെ എത്തി. അതിലുപരി നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സർവീസ് എത്രത്തോളമാണ്? ഇപ്പോൾ ഈ മാർക്കറ്റ് ഇപ്പോൾ കൺസ്യൂമർ മാർക്കറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് എ റീറ്റെയിലേഴ്സ് മാർക്കറ്റ് എങ്ങനെ മുൻപ് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നുമില്ല. അപ്പം ദിസ് ഇസ് എ കൺസ്യൂമർ മാർക്കറ്റ്. കൺസ്യൂമർ മാർക്കറ്റ് എന്ന് വെച്ചാൽ വി ഹാവ് ടു ഗിവ് ദം ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് സർവീസ്. സോ ഈ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എൻ്റെ നമ്മൾ ഇവിടെ ഷോറൂമിൽ ഷാജഹാൻസിൽ എത്ര സെയിൽസ്മാൻ ഉണ്ടോ അതിന് 1 ടൈം ജാസ്തി കസ്റ്റമർ സർവീസ് ചെയ്യാൻ കസ്റ്റമർ കെയറിൻ്റെ പീപ്പിളുണ്ട്. സോ എവറി കസ്റ്റമർ ഗെറ്റ്സ് എ കസ്റ്റമർ കെയർ. അങ്ങനെയാണ് കോൺസെപ്റ്റ്. നമ്മുടെ വാല്യൂബിൾ എന്ന് പറയുന്ന കസ്റ്റമറാണ്. കസ്റ്റമർ ഇസ് അവർ ബോസ്. അവരില്ലെങ്കിൽ നമ്മളില്ല. ഇല്ല, കണ്ടിപ്പായി. അതുകൊണ്ട് അവരെ കെയർ ചെയ്യാനും ഒരു ടീം വർക്ക് തന്നെ ഷാജഹാൻ ജ്വല്ലറിയിലുണ്ട്. കണ്ടിപ്പായി. അവർ വരുന്നതും അവരെ കെയർ ചെയ്യാനും അവരുടെ എന്താണ് അവരുടെ പ്രോബ്ലംസും അല്ലെങ്കിൽ അവർക്ക് എന്താണ് ടേസ്റ്റ് അതനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷോറൂം. കണ്ടിപ്പായി. അതാണ് ഷാജഹാൻ ജ്വല്ലറിയുടെ ഒരു പ്രത്യേകത. ഇവിടെ മാർക്കറ്റ്, കാരണം മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ജ്വല്ലറി ബിസിനസ്സിലാണ്. എത്രത്തോളമാണ് ആ കോമ്പറ്റീഷന്? അതൊരു ഹെൽത്തി ആവാറുണ്ട്, അൺഹെൽത്തി ആവാറുണ്ട്. എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി ഈ നമ്മൾ നാഗർകോയിലിൻ്റെ മാർക്കറ്റ് ആക്ച്വലി ഇറ്റ്സ് എ വെരി ഹെൽത്തി മാർക്കറ്റാണ്. ഇവിടെ ഉള്ള ഈ കോമ്പറ്റേറ്റേഴ്സ് എന്ന് വെച്ച് പറയുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ട് ബിസിനസ് ചെയ്യുന്ന പ്ലേസാണ്. ഇവിടെ കൺസ്യൂമറെ ഇപ്പോൾ നിറയെ മാർക്കറ്റിൽ സ്കീംസ് അതൊക്കെ വെച്ച് നിറയെ കൺസ്യൂമർ ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ്, ആറ് ബിസിനസ് ചെയ്താലും പ്രോഫിറ്റ് വേണം. അപ്പം ഒരു സ്കീം ഇടുമ്പോൾ എങ്ങനെയായാലും ഒരു ഹിഡൻ കോൺസെപ്റ്റ് എങ്ങനെയായാലും എപ്പോഴും ഉണ്ടാവും. അത് കണ്ടിപ്പായിട്ടുണ്ടാവും. ആഗോള വിപണിയിലുള്ള മാർക്കറ്റ് വില ഒന്നായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്കീമിൽ അതൊരു ബാക്കിൽ സംതിങ് ഒരു കൺസെപ്റ്റ് ഉണ്ടാവും, കണ്ടിപ്പായിട്ടും ഉണ്ടാവും. സോ അങ്ങനെ ഈ കോൺസെപ്റ്റ് ഉണ്ടാകുന്നതിനാൽ ഇവിടെ ആക്ച്വലി ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവിടെ സ്കീംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളും സ്കീം ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. ബട്ട് അതിനപ്പുറം ഈ അസോസിയേഷൻ, ജ്വല്ലറി അസോസിയേഷൻ ഇവിടെ അങ്ങനെ ഇടാൻ പറ്റില്ല. വി ഷുഡ് നോട്ട്, കൺസ്യൂമർ ഓൾസോ ഷുഡ് ഗെറ്റ് ഓൾ ദ ബെനിഫിറ്റ്സ് ആസ് വെൽ എസ് ഇത് ഓപ്പൺ മാർക്കറ്റായിട്ട് ഇരിക്കണം. അങ്ങനെയാണ് ഇവിടെ ബിസിനസ് രീതിയൊക്കെ. ஸோ ஹியர் காம்படிஷனுங்கிறது ரொம்ப ஹெல்த்தி, ரொம்ப அவ்வளவு ஜுவல்லரியும் நல்ல ஒரு ரீதியிலான பண்ணி